ബില്ലുകളിൽ ഒപ്പിടുന്നതിന്റെ സമയപരിധിക്ക് എതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസ് എല്ലാ കക്ഷികളോടും വാദം എഴുതി നൽകണമെന്നൊരു നിലപാട് ഇപ്പോൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് സ്വീകരിക്കുകയാണ്. വിശദമായ വാദം കേൾക്കലിന് മുന്നോടിയാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യത്തിൽ വാദം കേൾക്കാനുള്ള തീരുമാനം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ രാഷ്ട്രപതി ബില്ലുകളിൽ ഒപ്പിടുന്നതിന്റെ സമയപരിധി. ഗവർണർമാരുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കോടതി ഉദ്ദേശിക്കുന്നതാണ് വ്യക്തമാകുന്നത്? രതീഷ്, ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 10 വരെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ വിശദമായ വാദം കേൾക്കുവാനാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാദം കേൾക്കലിന് മുന്നോടിയായി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എതിർപ്പ്, അതായത് റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക വാദവും സുപ്രീം കോടതി കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അപേക്ഷ ഫയൽ ചെയ്തത്. ഈ അപേക്ഷയിൽ മേലാണ് ഓഗസ്റ്റ് 19 ആദ്യം വാദം കേൾക്കുന്നത്. അരമണിക്കൂർ സമയമാണ് അതിനായി നീക്കിവച്ചിരിക്കുന്നത്. തുടർന്നാണ് ഈ റഫറൻസ് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കലിന് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായി 10 ദിവസത്തോളമാണ് ഈ വാദം കേൾക്കൽ നടക്കുക. അപ്പോൾ സെപ്റ്റംബർ 10 വരെ ഈ വാദം കേൾക്കൽ തുടരുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാദം കേൾക്കൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓഗസ്റ്റ് 12 മുമ്പ് എല്ലാ കക്ഷികളോടും ഈ വാദം എഴുതി നൽകുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റഫറൻസുമിൽ കക്ഷി ചേരാൻ വേണ്ടി മറ്റു ചിലരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കക്ഷികളോടും ഈ ഓഗസ്റ്റ് 12 മുമ്പ് വാദം എഴുതി നൽകണം. ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 10 വരെ 10 ദിവസങ്ങളിലായി ഈ വാദം കേൾക്കൽ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഭരണഘടനയുടെ 143-ാം അനുച്ഛേദം അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഇടപെടലാണ് രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, രാഷ്ട്രപതിയുടെ റഫറൻസ് അത് അനുചിതമാണ്, മടക്കണം, പരിഗണിക്കരുത് എന്ന നിലപാടും കേരളം ഉൾപ്പെടെ സ്വീകരിക്കുന്നു. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.